അതിൽ ഇന്ദുകാന്ത കഷായത്തെ പറ്റി അടുത്ത കാലത്ത് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അതിനെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഒരുപാട് പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇത് ഇന്ദുകാന്തം കഷായം കൂടി അതിൽ യോജിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു എന്ന് വിചാരിച്ച് ഇത് കോവിഡിന് മാത്രമുള്ള ഒരു മരുന്നാണെന്നോ അല്ലെങ്കിൽ എല്ലാ കോവിഡും ഇത് ചികിത്സിച്ച് ഭേദമാക്കാമെന്നോ ഒന്നും നിങ്ങൾ ധരിക്കേണ്ട. അതായത് ഒരുപാട് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അത്ഭുത മരുന്ന് തന്നെയാണ് ഇന്ദുകാന്തം. അതിനൊരു അത്ഭുത മരുന്നാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ കൂട്ടിൻ്റെ ഘടനയാണ്. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആദ്യം പറയാം. അതായത് ഇതിൽ ആവിത്തൊലിയും ദേവദാരവും ദശമൂലവും തിപ്പലിയും ചുക്കും അതുപോലെ കാട്ടുമുളകിൻ വേര് കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തത് ഒക്കെ ചേരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര ദീപന പാചന പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആചാര്യന്മാർ യോഗം നിർദ്ദേശിച്ചപ്പോൾ തന്നെ അതിൽ വിഷമജ്വരം ഇല്ലാതാക്കും, നിമ്നോന്നത ജ്വരം ഇല്ലാതാക്കും എന്നൊക്കെയാണ് അതിന് ഫലശ്രുതി പറഞ്ഞേക്കണത്. ഈ ജ്വരം എന്ന് പറയുന്ന എല്ലാ രോഗാവസ്ഥയിലും ഉണ്ടാകുന്ന ഒരു രോഗ കണ്ടീഷനാണ്. മനസ്സിലായോ? അത് ഏതേത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് മരുന്നുകൾ നിശ്ചയിക്കുമ്പോഴാണ് ഒരു ഡോക്ടറുടെ ചികിത്സ വിജയിക്കുന്നത്. മനസ്സിലായോ? അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഇത് ഒട്ടനവധി കണ്ടീഷൻസിൽ ഈ ജ്വരത്തിൽ മാത്രമല്ല, ജ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജ്വരത്തിൻ്റെയും ഒരു പര്യായപദമായിട്ടാണ് ജ്വരം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായോ? പ്രത്യേകിച്ച് അത് ഇപ്പോൾ വൈറൽ ഫീവറിലോ ഒക്കെ ഉപയോഗിക്കാം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതായത് ഇതിൽ ചേരുന്ന ദശമൂലങ്ങളുണ്ടല്ലോ, അതായത് കുമിഴ് കൂവളം പാതിരി പലകപ്പയ്യാനി ഓരില മൂവില ചെറുള ചെറുവഴുതിന കണ്ടകാരി ഞെരിഞ്ഞില്ല എന്നിങ്ങനെയുള്ള 10 കൂട്ടം മരുന്ന് വേരുകളാണ് ഈ ദശമൂലത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ദശമൂലം എന്ന് പറഞ്ഞാൽ വാദത്തിനെ ശമിപ്പിക്കുന്നതിനുള്ള ഒന്നാന്തരം മരുന്നുകളാണ്. മനസ്സിലായോ? അതിൻ്റെ കൂടെ ദേവദാരുണ്ട്. അപ്പോൾ ഇതൊക്കെ വാദത്തിനെ ശമിപ്പിക്കും. പിന്നെ ചുക്കും തിപ്പലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദീപനം ഉണ്ടാക്കും. ആവിത്തൊലി ദീപന ശക്തിയുള്ള സംഗതിയാണ്. അപ്പോൾ ആമപാചനമാണ്, ദീപനമാണ്, വാദത്തിനെ ശമിപ്പിക്കും. മനസ്സിലായോ? അതുകൊണ്ടൊക്കെയാണ് ഇത് ഇത്തരം കണ്ടീഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി ഇതിന് കോവിഡിന് മാത്രമല്ല, കോവിഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയാണ്. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്താ ഉണ്ടാവും? നിങ്ങൾക്ക് വിട്ടിട്ടുള്ള ചെറുങ്ങനെ പനി ഉണ്ടാവും. അത് ചിലർക്ക് പനിയായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ വായയ്ക്ക് കയപ്പുണ്ടാവുക, സന്ധ്യയാകുമ്പോൾ ഒരു കുളിര്, ഫാൻ ഇട്ടാൽ പറ്റായക, ചെറുങ്ങനെ വിറയൽ, ഇതൊക്കെ ഉണ്ടാവില്ല, ഒരു ഉൾപ്പനിയുടെ ലക്ഷണങ്ങൾ അതൊക്കെ. അതുപോലെ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തുമ്മൽ, ചെറുങ്ങനെ ഒന്ന് കാലാവസ്ഥ മാറിയ ഒന്ന് നേരം തെറ്റി കുളിച്ചാൽ, അല്ലെങ്കിൽ അല്പം നേരം ഒന്ന് കുളത്തിൽ കുളിക്കുകയോ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയോ ചെയ്ത് അപ്പോൾ കോൾഡ് പനി വരികയായി, അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം മാറി കഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുക കൂടുതൽ, അപ്പോഴൊക്കെ ഈ പനി വരാനുള്ള സാധ്യത അല്ലെങ്കിൽ കോൾഡ് വരാനുള്ള സാധ്യത കൂടുന്നു. ഇതൊക്കെയല്ലേ ഇമ്മ്യൂണിറ്റി. വിശപ്പ് കുറയും, പനിക്കോളുണ്ടാവും. ഇതൊക്കെയാണ് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ചെറുങ്ങനെ കുറുങ്ങൽ, കഫക്കെട്ട്, നടക്കുമ്പോൾ കിതപ്പ്, ക്ഷീണം, ഇതൊക്കെ തന്നെയാണ് ഈ കോവിഡിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഈ കോവിഡ് പ്രകടിപ്പിക്കുന്നത്. കോവിഡ് സിറ്റുവേഷനിൽ, കൊറോണ കണ്ടീഷനിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇന്ദുകാന്തം കഷായത്തിന് കോവിഡിലുണ്ടായ പ്രാധാന്യം. ഇത് കോവിഡിന് മാത്രമൊന്നുമല്ല, ഇതിന് സമാനമായിട്ടുള്ള ഒത്തിരി അവസ്ഥകളിൽ വൈറൽ ഫീവർ ഉണ്ടാകുമ്പോൾ, ഒരു വൈറൽ ഫീവർ വന്നാൽ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ വാദസംബന്ധമായ ഒട്ടനവധി കണ്ടീഷൻസ്, അതായത് ദേവദാരും ഈ ദശമൂലൊക്കെ വാദത്തിനെ ശമിപ്പിക്കുന്ന സംഗതികളാണ്. അതുപോലെ ദീപനപാചനങ്ങളാണ് ശുദ്ധി ചെയ്ത കൊടുവേലി, ആവിത്തൊലിയൊക്കെ. പിന്നെ തിപ്പലി എന്ന് പറഞ്ഞാൽ കഫത്തിനെ ക്ഷയിപ്പിക്കാനായിട്ട് നല്ല. അപ്പോൾ കോവിഡിലുണ്ടാകുന്നത് നെഞ്ചിൽ കഫക്കെട്ട്. ഇപ്പോഴും കോവിഡ് വന്നു മാറിയ പേഷ്യൻസും ഇപ്പോൾ വരുന്നവർ മുഴുവൻ പറയുന്നത് കഫക്കെട്ട്, നടക്കുമ്പോൾ കിതയ്ക്കുക, കോൾഡ്, തലയ്ക്ക് ഭാരം, ഇതൊക്കെയാണ് കൂടുതൽ പേരും പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ആവിത്തൊലിയും തിപ്പലിയും ചുക്കും കാട്ടുമുളകിൻ പേരും ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങും ഈ ദശമൂലവും ചേരുമ്പോൾ ഇതിനൊക്കെ ശമിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണിത് പ്രയോഗിക്കുന്നത്. എന്ന് വിചാരിച്ച് നേരിട്ട് ഇത്തരം രോഗങ്ങളിലൊക്കെ ഇന്ദുകാന്തം കഷായം വേറെ നിറച്ച് കുടിക്കുക എന്നുള്ള അതിനർത്ഥമില്ല. ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഔഷധ യോഗങ്ങളനുസരിച്ച്, അതായത് ഇപ്പോൾ 10 കിട്ടാൻ 8ൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ 2, പക്ഷേ 10 കിട്ടാൻ വേണ്ടി 5 5 10ആണ്, 7 3 10ആണ്, 6 4 10ആണ്, അല്ലേ? പല കോമ്പിനേഷൻസ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഈ സാമ്പാറും കായും ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മരുന്ന് വെച്ചിട്ട് അത് എല്ലാ രോഗത്തിനും കണ്ണടച്ച് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ആയുർവേദം ഒരു മരുന്ന് എല്ലാവർക്കും ഫലിക്കാത്തതും. മനസ്സിലായില്ലേ? അതിൻ്റെ കൂടെ ഇപ്പോൾ ചില രോഗികൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാലേ അവരെല്ലാം അറിയുന്നവരാണ്. അവർ ഉടനെ പറയും, ഡോക്ടറെ ഞാൻ ഇന്ദുകാന്തം കഷായമൊക്കെ 2 കൊല്ലം കഴിച്ചിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള മരുന്നുകൾ, ആ രോഗാവസ്ഥ, കാലാവസ്ഥ, നിങ്ങളുടെ മറ്റ് രോഗാവസ്ഥകൾ, ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള മറ്റു മരുന്നുകൾക്കൊക്കെ അനുസരിച്ച് ഇത് വ്യത്യാസം വരും. മനസ്സിലായോ? അതായത് ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു മരുന്ന് ഇന്നതിനെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. അതങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് അപര്യാപ്തതയാണ്. അങ്ങനെയല്ല അത് മനസ്സിലാക്കണ്ടേ. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം. ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഔഷധ കൂട്ടുകൾക്കനുസരിച്ച് പല കണ്ടീഷനിൽ ഉപയോഗിക്കാം.
അപ്പോൾ നിങ്ങൾ പറയുന്നില്ല ഈ ആവരണവാദ ലക്ഷണവും അതുപോലെ വാദക്ഷയ ലക്ഷണങ്ങളുമാണ് ഈ അൽഷിമേഴ്സ്, പാർക്കിൻസോണിസം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, MS എന്ന് പറയുന്ന രോഗാവസ്ഥ, MND മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഇത്തരം അവസ്ഥകളിലൊക്കെ ഈ വാദം ക്ഷയിക്കുന്ന, വാദമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ചാലക ശക്തി. വാദം ക്ഷയിക്കുമ്പോൾ ക്ഷീണവാദത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇത്തരം രോഗാവസ്ഥയിലൊക്കെ പ്രകടിപ്പിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം പേരിട്ട് വിളിക്കുന്ന ഇത്തരം രോഗാവസ്ഥകളിൽ വാദക്ഷീണ ലക്ഷണം, മനസ്സിലായോ? അതല്ലെങ്കിൽ ആവരണവാദ ലക്ഷണം. ഇതിനൊക്കെ ചികിത്സിക്കാനായിട്ട് ഒന്നാന്തരം ഒരു മരുന്നാണ് ഇന്ദുകാന്തം കഷായം. അല്ലാതെ വെറും ഒരു ജ്വരത്തിന് വേണ്ടി മാത്രമല്ല ആചാര്യന്മാർ ഇത് ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം. ഇതിൻ്റെ കൂടെ ചേർത്ത് യുക്തിപൂർവ്വം, അതായത് നമുക്ക് ആ കറക്റ്റ് സമയം തിരിച്ചറിയാൻ കഴിയണം. അത് അനുഭവത്തിലൂടെ, പരിചയത്തിലൂടെ ഒരു ഡോക്ടർക്ക് നേടാൻ കഴിയുന്ന, ആർജിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഏതേത് അവസ്ഥയിൽ ഏതേത് മരുന്നുകളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കണം എന്നറിയുമ്പോഴാണ് അത് ഫലവത്താകണേ. ഓക്കെ, അതല്ലാതെ കോവിഡിന് ഇന്ദുകാന്തം കഷായം എന്നാരും മനസ്സിലാക്കി വെക്കേണ്ട. ഓക്കെ, അതിൻ്റെ കൂടെ ചേർക്കുന്ന മരുന്നുകൾക്കനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത മരുന്നാണെന്ന് പറയാൻ കാരണം ഈ അൽഷിമേഴ്സും പാർക്കിൻസോണിസും MS മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് MND ഇത്തരം രോഗാവസ്ഥകൾക്കൊന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? അപ്പോൾ അത്തരം രോഗാവസ്ഥകളെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് കൃത്യമായിട്ട് അവസ്ഥാനുസരണ മറ്റ് ഔഷധങ്ങളോട് കൂടെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരിട്ട് കണ്ട അനുഭവം കൊണ്ടാണ്. രാജവത്സറൊക്കെ കേരളീയ സമാജത്തിൽ അദ്ദേഹം ഒട്ടനവധി പേഷ്യൻസിന് ഇന്ദുകാന്തം കഷായം ചേർത്ത് പല കോമ്പിനേഷനുകൾ തിരിച്ചും മറിച്ചും പല മെത്തേഡ്സിൽ അദ്ദേഹം അപ്ലൈ ചെയ്യാറുണ്ട്, പല സ്റ്റേജസിൽ. അത് അത്ഭുതാവകമായ റിസൾട്ട് ഉണ്ടാക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് കൃത്യമായിട്ട് അത്രയും വൈഡ് റേഞ്ച് ആപ്ലിക്കേഷനുള്ള ഒരു മരുന്നിനെ നിങ്ങൾ കോവിഡിനുള്ള മരുന്ന് തെറ്റിദ്ധരിക്കരുത്, അല്ലെങ്കിൽ പനിക്കുള്ള മരുന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി ചിലരുടെ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് ഈ കഫത്തിനെയും വാദത്തിനെയും ശമിപ്പിക്കുന്നു, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ ഈ അഗ്നിമാന്ദ്യം ഉണ്ടാവും ഈ ജ്വരാവസ്ഥയിൽ, അല്ലെങ്കിൽ വാദം ക്ഷയിക്കുമ്പോൾ ആ കർമ്മകരണ ശക്തികളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത് ഈ ദേവദാരും ദശമൂലവും കൂടിയുള്ള കോമ്പിനേഷൻ. അതുപോലെ ശുദ്ധി ചെയ്ത കൊടുമേലിക്കിഴങ്ങ് ദീപനമാണ്, പാചനാണ്. തിപ്പലി കഫത്തെ ക്ഷയിപ്പിക്കും ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ കഫം ഉണ്ടാവും, കഫത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല. നെഞ്ചിൽ കഫക്കെട്ടുണ്ടാവും, അല്ലെങ്കിൽ ശിരസിൽ കഫക്കെട്ടുണ്ടാവും ഈ കോവിഡ് പോലുള്ള സിറ്റുവേഷൻസിൽ. അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ കോൾഡും ചെറുങ്ങനെയുള്ള പനി വിട്ടുണ്ടാകുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക്. അപ്പോൾ അതുണ്ടാവുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ ഇന്ദുകാന്തം കഷായം മേടിച്ച് കഴിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അതായത് ആ ഇന്ദുകാന്തം കഷായം തുടങ്ങാനുള്ള ഒരു അവസ്ഥ ആദ്യം മറ്റു മരുന്നുകൾ കഴിച്ചുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ദുകാന്തം കഷായം തുടങ്ങണം. എന്നിട്ട് പിന്നെ ആ രോഗാവസ്ഥ മാറുമ്പോൾ ഇന്ദുകാന്തം മാറ്റി അടുത്ത കഷായം നിശ്ചയിക്കണം. മനസ്സിലായോ? അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഡ്രഗ്സിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മനസ്സിലായോ? ഇത് ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് കൃത്യമായ രോഗനിരൂപണത്തിൽ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി നിശ്ചയിക്കേണ്ട ഒരു ഔഷധമാണ്. അതിനായിട്ട് ഇന്ദുകാന്തം കഷായം ഉപയോഗിക്കാം. അസിഡിറ്റിയിലും പനിക്കും ഒക്കെ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം മരുന്നുകളാണ് ഇതിൽ ചേർക്കുന്നത്. അത് ഈ ഒരു രോഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷണം മാത്രമായിരിക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ടാവും. അതിന് ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ്, ഒരു കോമ്പിനേഷൻ. ഒരു കലാകാരൻ ഒരു 3-4 കളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചിത്രം വരയ്ക്കില്ലേ? ഒരു ചുവപ്പ് പച്ച നീല ഉണ്ടെങ്കിൽ കുറേ കളറുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കും, ഒരു പടം വരയ്ക്കുന്ന പോലെ. അതുപോലെ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ കാണുകയാണ് എന്തൊക്കെ കഥകൾ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ പോലെ ആ ഒരു കഥാതന്തു കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു കഥ മെനയുന്ന പോലെ നമുക്കൊരു ഔഷധക്കൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതേത് അവസ്ഥയിൽ മറ്റ് മരുന്നുകളോടുകൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് കഴിയും. മനസ്സിലായോ? അപ്പോൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ സ്വയം ചികിത്സിക്കാനോ മറ്റുള്ളവരോ ചികിത്സിക്കാനോ ആയിട്ട് ഈ ഔഷധം ഉപയോഗിക്കരുത്. ഈ ഔഷധം എന്നല്ല ഒരു ഔഷധം ഈ ചാനലിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഔഷധങ്ങളും തനിയെ വാങ്ങി ഉപയോഗിക്കാനുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു പൊടിക്കൈ എന്നുള്ള നിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് പര്യാപ്തമാണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ഈ വാദത്തിനെയും കഫത്തിനെയും ശമിപ്പിക്കാൻ കഴിയുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന അഗ്നിമാന്ദ്യത്തെ ഇല്ലാതാക്കുന്ന, ദീപനശക്തിയുള്ള, കഫത്തെ ക്ഷയിപ്പിക്കുന്ന, ജ്വരത്തെ ശമിപ്പിക്കുന്ന, അസിഡിറ്റി ഇല്ലാതാക്കുന്ന, അതുപോലെ പല കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുത മരുന്നാണ് ഇന്ദുകാന്തം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ അതിൽ ദശമൂലമുണ്ട് എന്നുള്ളതാണ് ഈ വാദസംബന്ധമായ കേസുകളിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. 80 തരം വാദങ്ങളിൽ പെട്ടതാണ് അതിൽ ഉൾപ്പെടുത്തി ചികിത്സിക്കാം. നമുക്ക് ഈ SLE പോലുള്ള കണ്ടീഷൻ രക്തവാദ സംബന്ധിയാണ്. മനസ്സിലായോ? അതിൽ രക്തവാദ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ MS-ഉം പാർക്കിൻസണും MND-യും അൽഷിമറും ഒക്കെ വാദസംബന്ധമായ രോഗങ്ങൾ ഒക്കെ സമാനതയുണ്ട്. ആവരണവാദമാണ്, ക്ഷീണവാദ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് അനവധി യോഗങ്ങളോടുകൂടെ നമുക്ക് അനുയോജ്യമായ യോഗങ്ങളോടുകൂടെ ഇന്ദുകാന്തം കഷായം ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ
അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ഇന്ദുകാന്താക്കാന്ന് വെച്ചത്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് പല പത്രങ്ങളിലും മാസികകളിലൊക്കെ വായിച്ചിട്ട് കോവിഡിന് ഞാൻ ഇന്ദുകാന്തം കഷായം കഴിച്ചു എന്നിട്ടും മാറിയില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന അവസ്ഥ കേട്ട് തുടങ്ങിയതുകൊണ്ടാണ് ഇന്ദുകാന്തം കോവിഡിന് മാത്രം ഉപയോഗിക്കാനുള്ളത് അല്ലെങ്കിൽ കോവിഡിനുള്ള ഒരു മരുന്നായിട്ടോ ഇതിനെ അവതരിപ്പിക്കപ്പെടരുത് എന്ന് നിങ്ങളോട് അറിയിക്കാനും ആവശ്യപ്പെടാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്ത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നാളെ 3 മണിക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.